ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറഞ്ഞതുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും രാധാമണി തങ്കച്ചിയും ശങ്കരനും മഹാദേവനും അതുപോലെ തന്നെ പിള്ളച്ചേട്ടനും എല്ലാവരോടും അതേണ്ട സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കാത്തു കെട്ടി നിൽക്കുകയാണ്. ഒരു സമാധാനമില്ല. ആകെ വിഷമിച്ച് വെപ്രാളം പിടിച്ചാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയില്ല. എടോ പിള്ളേ, ഇനിയിപ്പോൾ എന്താടോ ചെയ്യുക? അല്ല, ഞാൻ ചോദിക്കുന്നത് കേട്ടോ, മീഡിയക്കാരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഇതുവരെ ഇല്ലെന്ന് ഉറപ്പാണ്. പക്ഷെ അറസ്റ്റ് കഴിഞ്ഞാൽ അത് എല്ലാവരും എല്ലാം അറിയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഷോ എടോ പിള്ളേ, താൻ കണ്ടോട്ടോ, ദേ പ്രൊഫസറുടെ മോളുണ്ടല്ലോ, ആ ഗൗരി, അവളുടെ പ്രൊഫസറുടെ കുടുംബത്തെ ഞാൻ ജീവനോട് കൊത്തിക്കും. അതാ ഞാൻ ഈ ചെയ്യാൻ പോണത്. എന്നോട് കളിച്ചാൽ ഞാൻ ശരിക്കും പഠിപ്പിക്കും. ഞാൻ എന്തായാലും ജയിലിൽ കിടന്ന് ചാവും എന്ന് രാധാമണി പറയാണ്. എനിക്ക് നാണം കെടാൻ വയ്യ. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. എന്ത് പാപം ചെയ്തിട്ടാണോ എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്? എൻ്റെ ഈശ്വരാ. രാധേ, നീ മിണ്ടരുത് കേട്ടോ, ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞു മഹാദേവൻ. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. മുഖ്യമന്ത്രിയായിട്ട് വരെ ബന്ധമുള്ള നിങ്ങൾക്ക് സ്വന്തം ഭാര്യയും മകനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നീയേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. എടി രാധേ, നീയും നിൻ്റെ മോനും കാരണമാണ് ഞാനിപ്പോൾ നാണം കെട്ട് നിൽക്കുന്നത്. എന്നിട്ട് നീ എന്നെ കുറ്റം പറയാൻ നിൽക്കുക? നിനക്ക് നാണമില്ലേ? അമ്മേ, ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അച്ഛനെയും ഒരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കുമേ. അമ്മ എന്തിനാ ഈ വിഷമിക്കുന്നത്? കേട്ടില്ലേ അവൻ പറയണത്? നല്ല വക്കീലിനെ ഏർപ്പാടാക്കും പോലൊന്നും. അതെ, ജയിലിൽ പോവേണ്ടി വന്നാൽ പിന്നെ ഈ രാധാമണി തങ്കച്ചി പിന്നെ എന്തിനാ ജീവിച്ചിരിക്കണത്? അതിൻ്റെ ആവശ്യം എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. നീ കണ്ടോ, നിൻ്റെ അമ്മ പിന്നെ ഉണ്ടാവില്ല ശേഖര. അമ്മ എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിച്ചു. ഈ സമയത്താണ് നമ്മുടെ വേണി അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ മഹാദേവന് വേണിയെ കണ്ടപ്പോഴത്തേനും ഒരാശ്വാസമൊക്കെ തോന്നി. ആ മോളെ നീ കണ്ടോ മോളെ ഈ അമ്മയുടെ അവസ്ഥ? അപ്പോൾ വേണ്ട വേണിയുടെ കൂടെ നമ്മുടെ കമലയും ഉണ്ട്. ഇപ്പോൾ കമലയും കൂടി കണ്ടപ്പോഴത്തേനും ഇവർക്കൊരു ആശ്വാസവും സമാധാനവും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ തോന്നി. എന്താ സംഭവിക്കുക എന്നറിയില്ലല്ലോ. കമലയും കൂട്ടിക്കൊണ്ട് വേണി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴത്തേനും ആര് ജയിലിലേക്ക് പോണ കാര്യം നിങ്ങളീ പറയണത്? നിങ്ങളാരും വിഷമിക്കണ്ട. കേസ് പിൻവലിക്കാൻ നമ്മുടെ കമലേട്ടത്തി തയ്യാറാ എന്ന് പറഞ്ഞു. ഞാൻ അതിനാ കമലേട്ടത്തെയും കൂട്ടിക്കൊണ്ട് വന്നത്. മോളെ, നീ സത്യമാണോ പറയണത്? നിന്നെ കേസ് പിൻവലിക്കാമെന്ന കമല സമ്മതിച്ചോ എന്ന് ചോദിച്ചു. ആ, സമ്മതിച്ചോ, ഞാൻ സമ്മതിപ്പിച്ചു എന്ന് വേണി ഇങ്ങനെ പറയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. മഹാദേവന് എത്രയോ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വേണിമോളെ, ഒടുക്കം നിൻ്റെ അമ്മയെ രക്ഷിക്കാൻ നീ തന്നെ വേണ്ടി വന്നല്ലോ. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക. എൻ്റെ വേണിമോളെ, നീയുണ്ടല്ലോ, നീ ഈ ചാരങ്ങാട്ട് മഹാദേവനും ചാരങ്ങാട്ട് കുടുംബത്തിൻ്റെയും മാനം കൂടിയാ നീ രക്ഷിച്ചിരിക്കണം കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലാ മോളെ മതിയാവുക. അപ്പം ചെയ്യുന്നത് നമ്മുടെ വേണിക്ക് തെറ്റാണ് എന്നറിയാമെങ്കിലും പക്ഷേങ്കിൽ ഈ സാഹചര്യത്തിൽ വേണിയെ കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അതാണ് വേണിയുടെ അവസ്ഥ. അപ്പോൾ വേഗം മഹാദേവൻ, മോളെ കമലേ, ഇനി മുതലുണ്ടല്ലോ, ഇനി ഞങ്ങൾക്കോ നിങ്ങൾക്ക് ആർക്കും നിന്നോട് ഒരു വിരോധമില്ല കേട്ടോ. എന്തായാലും ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് തന്നെ മോളെടുത്തുല്ലോ. ഒരുപാട് സന്തോഷമായി. അത് മതി കേട്ടോ, അത് മാത്രം മതി. നീ മോളല്ല കേട്ടോ, മോളാ, ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോള്. അടിപൊളി. ഇനിയുണ്ടല്ലോ, ഇനി ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് മഹാദേവനിങ്ങനെ അർമാദിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പിള്ളച്ചേട്ടൻ പറയണ, അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ, അതങ്ങ് പറയാൻ പറ്റില്ല അദ്ദേഹമേ. അതിനെന്താ, താൻ എന്തൊട്ട് തേങ്ങയാണോ ഈ പറയണത്? അതെ, നിസ്സാരമായിട്ട് കേസ് തീരുമെന്ന് വിചാരിക്കണ്ട. അത് തന്നെയാണ് ഞാൻ ഈ പറയണത്. താൻ എന്തുവാടോ ഈ ഒളിപ്പിച്ചും പേയും പറയണത് പോലെ ഈ പറയണത് എന്തുവാണോ ആവോ? അപ്പം ശങ്കർ ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് പിള്ളച്ചേട്ടാ, കേസ് കൊടുക്കത്തെ ആൾ തന്നെ കേസ് പിൻവലിച്ചാൽ പിന്നെ എന്തുട്ടാണോ ഈ പ്രശ്നം എന്ന് ചോദിച്ചോ. എൻ്റെ പൊന്ന് കൊച്ചേ, ഇതുണ്ടല്ലോ ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഇത് പോലീസിൽ സ്വമേധയായിട്ട് കേസെടുത്ത് അന്വേഷിക്കാം. ഓ, അത് ശരിയാണല്ലോ എന്നിങ്ങനെ മഹാദേവൻ പറയണം. അപ്പോൾ ഉടനെ രാധ പറഞ്ഞു, എല്ലാത്തിനും കാരണമാ നശിച്ചവളാ. അമ്മയോട് ഞാൻ പറഞ്ഞു കേട്ടോ, കമലെടുത്ത് ഇതേ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അമ്മ എന്തുട്ടായി ചിലക്കണത്? അതെ, പിന്നെ എന്തിനാ ഈ ഗൗരിയെ കുറ്റം പറയണത്? ഇതെല്ലാം തുടങ്ങി വെച്ചത് അവളല്ലേ, നിൻ്റെ ഗൗരി. അത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അമ്മേ,
ദേ ഏട്ടാ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മത്സരിക്കാനും തോപ്പിക്കാനും നിൽക്കണ്ട. എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് ചിന്തിക്കുക. അപ്പോൾ വേണു ഭയങ്കര എന്താ പറയുക ബോൾഡായ തീരുമാനങ്ങളാണ്. എടോ, ഇനി താൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ പേസ് പിൻവലിച്ചാലും സംഭവം ഇങ്ങനെ സ്റ്റഡി പടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ എന്താണോ പിള്ള ചെയ്യേണ്ടത്? താനൊന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചോ. വല്ലതും അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കേസ് പിൻവലിക്കല്ല ചെയ്യേണ്ടത്. പിന്നെ എടോ, അത് പിന്നെ മറ്റൊന്നും അല്ല എൻ്റെ പൊന്ന് സാറേ, നമ്മുടെ കമലക്കുഞ്ഞിൻ്റെ മൊഴി മാറ്റണം. അതാ ഇപ്പം ചെയ്യേണ്ടത്. കമലക്കുഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറി മറിയും. കൊള്ളാലോ, താൻ ആള് കൊള്ളാലോടെ പിള്ളേ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ തൻ്റെ പെർഫോമൻസ്. സൂപ്പറാ സൂപ്പർ. പോലീസുകാരുടെ മുന്നിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കമല എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ് കേസ് പിൻവലിക്കണം, അതുപോലെ തന്നെ കമലയുടെ മൊഴി മാറ്റണം. ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും തന്നെയുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അന്ന് എന്താ സംഭവിച്ചതെന്ന് കുട്ടി തന്നെ പറഞ്ഞോളൂ. പറ കമലേ, എന്താന്ന് വെച്ചാൽ പറ മോളെ. എന്തൊട്ടാണെങ്കിലും മോള് ധൈര്യമായിട്ട് പറഞ്ഞു. വള്ളി പുള്ളി തെറ്റാതെ സത്യസന്ധമായിട്ട് ആ സാറിനോടൊന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുകയാണ് മഹാദേവൻ. അപ്പോൾ കുറച്ചു നേരം എന്നിട്ട് ഞാൻ തലചുറ്റി വീണതാണ് സർ. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല സർ. എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ആ മുറിവുകളോ അതെവിടെ നിന്നുണ്ടായി എന്നായി പോലീസുകാരൻ്റെ ചോദ്യം. അത് പിന്നെ സർ, അന്ന് ശരീരത്തിൽ എൻ്റെ മുറിവുണ്ടായിരുന്നത് മറ്റൊന്നും അല്ല സർ. തല ചുറ്റി വീണപ്പോൾ പലയിടത്തായിട്ട് ഇടിക്കുകയും അങ്ങനെ വീഴുകയും ചെയ്തതിലുണ്ടായതാ. എന്നിട്ടാണോ പിന്നെ എന്തിനാ നിങ്ങൾ ഇതിനായിട്ട് കൂട്ടുനിന്നത്? പറയുക. നിങ്ങൾ എന്തിനാണ് കേസ് കൊടുക്കാൻ തയ്യാറായത്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നിങ്ങൾ ഈ മൊഴി മാറ്റി പറയണത്? അപ്പോൾ കുറച്ചു നേരം കമല മിണ്ടാതിരുന്നു. അപ്പോൾ ഉടനെ തന്നെ വേണി ഇങ്ങനെ നിന്നിട്ട്, അതെ കമലയെടുത്തി, ഏട്ടത്തിയുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഇപ്പോൾ ഈ മൊഴി മാറ്റണതും അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കണതും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊട്. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇല്ല സാർ, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല സാർ. അപ്പോൾ ഗൗരി ഓർക്കുമ്പോൾ കമലയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ തലചുറ്റി വീണത് തന്നെയാണ്. ആ വീഴ്ചയിലാണ് എൻ്റെ കുട്ടി മരിച്ചത്. ആ കുഞ്ഞിനെയും എനിക്ക് നഷ്ടപ്പെട്ടു സാർ. ഇതാണ് സംഭവിച്ചത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കേസ് കൊടുത്തത്? അപ്പോൾ പെട്ടെന്ന് നിന്നിട്ട്, അതെ എൻ്റെ രണ്ടാമത്തെ മരുമകൾ ഗൗരി, അവൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അബദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല സാർ. എടോ, ചില കാര്യങ്ങളെ നമ്മൾ എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല സാറേ. അതിങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. നന്നം കമലയെ പോലെയൊന്നും അല്ല കേട്ടോ എൻ്റെ രണ്ടാമത്തെ മകൾ ഗൗരി. അവൾക്ക് ഇച്ചിരി പഠിപ്പുള്ളതിൻ്റെ അഹങ്കാരവും വിവരക്കേടും അവക്കുണ്ട്. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്രയും കുഴപ്പത്തിൽ കൊണ്ടെത്തിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാണ്. സത്യങ്ങൾ എന്തൊട്ടാണെന്ന് അറിയാനായിട്ടേ രണ്ടാമത്തെ മരുമോള് ഓരോന്ന് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയും തന്നെ ചെയ്യും. അവൾക്ക് തോന്നുന്നത് പോലെ അവളപ്പം ചെയ്യും, അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മഹാദേവൻ പറഞ്ഞപ്പോൾ ശങ്കർ വിളിക്കുകയാണ്, അച്ഛൻ എന്തൊട്ടാക്കിയാ ഈ പറയണത് എന്ന് ചോദിച്ചു. അച്ഛൻ സംസാരിക്കുന്നത് എന്താ? എടാ മോനെ, ഇത് നമ്മുടെ കുടുംബത്തെ കാര്യമാണ്. അതെ, നമ്മൾ പോലീസുകാരോട് കള്ളം പറയാൻ പാടുണ്ടോ? എല്ലാം പറയണ്ടേ? അത് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇനിയിപ്പോൾ ശരിക്കും എന്തുട്ടാ ഉണ്ടായതെന്ന് അത് തീർച്ചയായിട്ടും എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ? അച്ഛൻ എന്തിനാ ഇതിലേക്ക് ഗൗരിയുടെ പേര് വഴിച്ചയച്ചത്? അതെനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കമലയിടത്തേക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അവർക്കത് കേൾക്കണം. അച്ഛൻ ചെയ്തതേ വളരെ മോശമായി പോയിട്ടോ, വളരെ മോശം. എല്ലാവരുടെ മുൻപിൽ എൻ്റെ ഗൗരിയെ കുറ്റപ്പെടുത്താനായിട്ട് അച്ഛനറിയോ? അച്ഛന് സത്യം എന്താണെന്ന് നന്നായിട്ട് അറിയാം അല്ലേ അച്ഛാ? എന്നിട്ടല്ലേ അച്ഛൻ ഈ മിണ്ടാണ്ടിരിക്കണത് എന്നോട് ചോദിച്ചു കേട്ടോ. എടാ മോനെ ശങ്കര, നീ വെറുതെ ബാധിച്ച കാര്യങ്ങളൊന്നും ഏറ്റെടുക്കല്ലേ. നീയൊന്നും അടങ്ങടാ ചക്ക. അതെ, ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ളത് വീട്ടിൽ പോയി നമുക്ക് നേർക്ക് നേരെ സംസാരിക്കാം. ഇപ്പം തൽക്കാലം ഇതൊന്ന് കഴിയട്ടെ. അല്ല
അല്ല കമലെടുത്തി എന്ന് ചോദിച്ചു കേട്ടോ ഉടനെ ശങ്കരൻ. അപ്പോൾ വേണി ഉടനെ ഏട്ടാ എന്ന് വിളിച്ചു. അപ്പോൾ ഏട്ടനൊന്നും സംസാരിക്കരുത് അല്ലെങ്കിൽ ഏട്ടനൊന്നും മിണ്ടരുത് എന്നുള്ള അർത്ഥത്തിലാണ് വേണി വേഗം വളരെ ദയനീയമായിട്ട് ശങ്കരൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശങ്കര ഒന്നും മിണ്ടിയില്ല കേട്ടോ. കാരണം വേണി പറഞ്ഞാണല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വേണി കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേനും പോലീസുകാരിങ്ങനെ ഇവർക്ക് സംശയമുണ്ട്. സാറേ ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ? കമലെടുത്തി സാറിനോട് പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞതിൽ ഒരു വള്ളിപ്പുള്ളി തെറ്റിയാൽ അവർക്കറിയില്ല കേട്ടോ. കമലെടുത്തി സത്യം മാത്രമേ സംസാരിക്കുള്ളൂ. മോളെ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് കളഞ്ഞല്ലോ. ഇനി സാറിൻ്റെ തീരുമാനം എന്നിട്ടാ അത് പറഞ്ഞേട്ടെ. അപ്പം പെട്ടെന്ന് തന്നെ പിള്ള ചോദിക്കുകയാണ്, ഈ കേസിൽ ഡൊമസ്റ്റിക് വയലൻസ് ഒന്നും നടന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമായിരിക്കും. ഇനിയിപ്പം അതല്ല മഹാദേവൻ സാറിനെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി ചിലർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എടോ പിള്ളേ, ചാരങ്ങാട്ട് മഹാദേവൻ ആരാണെന്ന് അറിയാനായിട്ട് അറിയാത്ത ആളൊന്നും അല്ല ഈ ഇരിക്കുന്ന പോലീസ് സേമാൻ. പിന്നെ ഈ സാറ് ഈ കേസിലേക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോടോ? ഈ ചാരങ്ങാട്ട് മഹാദേവനെ ധിക്കിച്ച് പിന്നെ അങ്ങനെ മുന്നോട്ട് പോയാൽ സാറ് കോടതിയിൽ മുന്നിൽ പോയി നിന്ന് സത്യസന്ധമായി പറയേണ്ടി വരില്ലേ? സമാധാനം പറയണ്ടേ? അതെ, ഈ സാറിന് നന്നായിട്ട് അതൊക്കെ അറിയാമെന്നേ. എന്താ സാറേ ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരനും ആകെ ചുറ്റിയിരിക്കുകയാണ്. നിങ്ങളായിട്ട് ആ കേസ് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കമലയോട്. അപ്പോൾ കമലയ്ക്ക് ആകെ സങ്കടം വന്നു. കാരണം ഗൗരിയുടെ കാര്യം ഓർത്ത് ഗൗരി ഓരോ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ കമലയ്ക്ക് എങ്ങനെയെങ്കിലും നീതി കെട്ടണം എന്നുള്ളൊരവസ്ഥ എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ അവർ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ കമല ഇങ്ങനെ ഗൗരിയെക്കുറിച്ച് ഓർക്കുകയാണ്. കമലെടുത്തിനെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടും കമലെടുത്തിക്ക് എങ്ങനെയാണ് അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിയുക? അത് ഓർക്കുമ്പോഴാണ് എനിക്ക് കഴിയാത്തത്. അപ്പോൾ കമല ഇങ്ങനെ കുറച്ച് നേരം സ്റ്റക്കായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിക്കുന്നായിട്ട് കമലെടുത്തി ഏട്ടത്തി എന്താ ആലോചിച്ചോണ്ടിരിക്കണത്? എന്താ പറ്റിയ ഏട്ടത്തിക്ക്? ഏട്ടത്തി ഒപ്പിട്, പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുക്ക്. അപ്പം കമല മോക്ക് വല്ല വയ്യാഴിയുണ്ടോ എന്നുണ്ടെ മഹാദേവൻ ചോദിക്കുകയാണ്. ഇല്ലച്ചാ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുക. എന്നാൽ പിന്നെ വേഗം തന്നെ മോളങ്ങ് ഒപ്പിട്ട് കൊടുക്ക്. അതെ, എന്നിട്ട് നമുക്ക് ചാരങ്ങാട്ട് വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ ദേഷ്യം വന്നിട്ട് ശങ്കരങ്ങ് ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി ശേഖരനും അതുപോലെ തന്നെ മഹാദേവനും എല്ലാവരും. പിന്നെ കാണുന്നത് മിഥുനെയും ആരതിനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ വേണ്ട കോഫി കുടിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എടോ അതെ, ഒരു കാര്യം പറയട്ടെ, താന് ഈ സൺഡേ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ ഒന്ന് പറ. അല്ല, ഫ്രീ ആണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സൂടെ ഈ സൺഡേ ആണെങ്കിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തനിക്ക് എന്താ പറയുക ബോറടിയാണ് എങ്കിൽ തനിക്കൂടെ വേണമെങ്കിൽ പോരാട്ടോ. തനിക്ക് ജോയിൻ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ചെയ്തോ, അതിനെന്താ? താല്പര്യം ഉണ്ടെങ്കിലത്തെ കാര്യമാണ്. അയ്യോ, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വിളിക്കണ്ട, എനിക്കതൊരു താല്പര്യമില്ല. പെട്ടെന്ന് ചാടിക്കേഴ് പറയാതെ ഒന്ന് ആലോചിച്ചിട്ട് പറയടോ. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞു ആരതി. ഓക്കെ ശരി, ഇഷ്ടമില്ല. എന്നാൽ പിന്നെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എങ്കിലും തനിക്ക് ഫേവറേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ കാണുമല്ലോ, പറയാം. അത് പിന്നെ നല്ല ഫുഡ് കഴിക്കണം, പിന്നെ സുഖമായിട്ടിരിക്കണം. ഓഹോ കൊള്ളാലോ, ലൈഫിനെ കുറിച്ച് നല്ല വിഷനുള്ള കുട്ടിയാണല്ലോ താന്. അതെ, എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കള്ളം പറയണമായിരുന്നോ? പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞു. അയ്യോ, തന്നെ ഞാൻ കളിയാക്കിയതല്ലടോ, ചുമ്മാതെയാ. പിന്നെ കോഫി കുടിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പൊക്കോട്ടെ? പോകാം. പക്ഷേ അതിനു മുൻപ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ചെറിയൊരാഗ്രഹം പറഞ്ഞോട്ടെ. താനത് വേറെ രീതിയിലൊന്നും എടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട ചോദിക്കില്ലേ, ഇല്ലേ ഞാൻ ഉമ്മയൊന്നും തരുത്തില്ല എന്ന് പറഞ്ഞു. അതെ, അതൊന്നും എനിക്കിഷ്ടമല്ല. അയ്യേ, നീ എന്തീ പറയണത്? ഉമ്മയോ? ഞാൻ എപ്പോഴും തന്നോട് ഉമ്മ ചോദിച്ചത്? എന്താടോ താൻ ഫുള്ള് തെറ്റിദ്ധാരണയാണല്ലോ. അല്ല, എന്തോ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഓ, എനിക്ക് ഒരു റീൽസിൻ്റെ ആഗ്രഹമുണ്ട്, അതാ ഞാൻ ചോദിച്ചത്, അതാ ഞാൻ പറയാൻ വന്നത്. ഞാനത് വേറെ രീതിയാക്കിയല്ലോ. തൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ബോയ്സൊക്കെ അങ്ങനെ ചോദിക്കുമെന്ന്.
അതാ വേറെ വേറെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാ. മനസ്സിലായി താൻ എന്താണെങ്കിലും ആള് പൊളിയാ, ഫീസിലെ ചമ്മല് നന്നായിട്ട് അറിയാം കേട്ടോ എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ റീൽസ് എടുക്കാൻ തീരുമാനിച്ചു. അത് പിന്നെ എനിക്ക് താനിനി വെറുതെ ആവശ്യമില്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ, അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഇപ്പം തന്നെ ഒരു റീൽസ് എടുത്തേ പറ്റുള്ളൂ. അല്ല അത് പിന്നെ ഇനി താൻ ഒന്നും സംസാരിക്കേണ്ട, ഒരു മിനിറ്റ് പിന്നെ തനിക്ക് എനിക്കും കുറച്ച് ഫോളോവേഴ്സൊക്കെ കിട്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവർ രണ്ടുപേരുടെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ റീൽസ് ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ധ്രുവനും അതുപോലെ തന്നെ വിവേകും അവരെല്ലാവരും കൂടെ കയറി വരുന്നത്, ധ്രുവൻ്റെ ഗ്യാങ് എല്ലാം കൂടെ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവന്മാരിങ്ങനെ നോക്കണം. എൻ്റെ മച്ചാൻ്റെ 8ൻ്റെ പണി തന്നിട്ട് ദേണ്ട അവൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ധ്രുവം മച്ചാനാണെങ്കിൽ ചത്തിട്ടില്ല എന്ന് പോലും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല നമ്മൾ. എന്തൊരു കഷ്ടമാണ് അല്ലേടാ മച്ചാനെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, മച്ചാനെ ഫീൽ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല നീ പറ. ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും മച്ചാൻ്റെ ലൈഫ് കട്ട ഡാർക്കാണെന്ന്, ചിലപ്പോൾ തോന്നും വൻ തോൽവിയാണെന്ന്, അതോ വൻ കോമഡിയാണെന്ന്. സത്യത്തിൽ ഇതിലേതാ മച്ചാനെ നമ്മുടെ ജീവിതം എന്ന് ചോദിച്ചോ. അതെ, മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്ന എത്ര പേരെ നിനക്കറിയാം? പറയടാ, നീ പറ. ഈ ജീവിതം എന്ന് പറഞ്ഞാലേ വെറുതെ ഒളിച്ച് ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ ധ്രുവൻ ജീവിതത്തിൽ നിന്ന് പൊരുതി ജയിച്ച് തിരിച്ചു വന്നിരിക്കുന്നത്. ചിലതൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ കൂടി തന്നെയാണ്. എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടില്ലേ ഈ ഞാൻ പോയത്. പിന്നെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? എൻ്റെ കൈകൊണ്ട് തകർക്കേണ്ടതും എൻ്റെ കൈകൊണ്ട് സംരക്ഷിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടടാ. ധൈര്യമായിട്ടിരിക്കുക. പിന്നെ അതിനുള്ള സമയം വരുന്നതേ ഉള്ളൂ. അധികം വൈകാതെ നമുക്കൊന്ന് കാത്തിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ധ്രുവൻ അജ്ഞാതവാസത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ റീൽസ് എടുക്കുന്നു. അപ്പോൾ ഇതേണ്ട ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ധ്രുവൻ. ഇതുപോലെ എല്ലാവരുടെയും സന്തോഷങ്ങൾ ആസ്വദിച്ച് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. അതാണ് എൻ്റെ തീരുമാനം. സർവനാശത്തിൻ്റെ പേമാരിയായിട്ട് ഇനിയും ഇവരുടെ സന്തോഷങ്ങളുടെ മുകളിലേക്ക് ഞാൻ പെയ്തിറങ്ങുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നോക്കിക്കോ, ഡെവിൾസ് ഡേ, ചെകുത്താൻ്റെ ദിവസം, അതാണ് ഉടനെ എത്താൻ പോകുന്ന ദിവസം. പിന്നെ കാണാൻ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് ഗൗരി കുറച്ച് കണിക്കൊന്നയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ കണിക്കൊന്നയുടെ ആ സൗന്ദര്യമൊക്കെ നോക്കി ഇങ്ങനെ ആൾ ഭയങ്കര സ്വപ്നലോകത്താണ്. നാളെ വിഷുവല്ലേ ഇനിയിപ്പോൾ. അപ്പോൾ വേണ്ട നമ്മുടെ ശങ്കർ കണ്ണൊക്കെ പൊത്തി വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയി ഇങ്ങനെ കൃഷ്ണൻ്റെ മുന്നിൽ നിർത്തുകയാണ് കേട്ടോ. അതെ, എന്നിട്ടിന് ഇവിടെ കൊണ്ട് നിർത്തുന്നത്? അതെ, ഞാൻ കണ്ണ് തുറന്നോട്ടെ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ പറയട്ടോ, എൻ്റെ കിടാവ് ഇവിടെ നിൽക്കേ എന്ന് പറഞ്ഞ ഗൗരിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ശങ്കർ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ശങ്കർ കൃഷ്ണൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ശങ്കറിനും ആകെ ഒരു നാണക്കേടും ചമ്മലും ഒക്കെ തോന്നി. അപ്പോൾ ശങ്കർ വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടായി. അപ്പോൾ ശങ്കർ നല്ല അടിപൊളി വിഷുക്കണി തന്നെ ഒരുക്കി വച്ചിരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണനെയൊക്കെ ഒരുക്കി നല്ല സുന്ദരനാക്കി കണിക്കുള്ള എല്ലാ സാധനങ്ങളും നിരത്തി വച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ശങ്കർ വന്നു നേരെ കയ്യിലേക്ക് വിഷുക്കൈ നീട്ടം നൽകുകയാണ്. അതൊക്കെ ഓർത്ത് ആളാകെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ശങ്കറിൻ്റെ കയ്യിൽ നിന്ന് വേണം വിഷുക്കൈ നീട്ടം വാങ്ങാൻ എന്നൊക്കെയുള്ള മട്ടിൽ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് വരാം. ബൈ ആൻഡ് സീ യു അഗെയിൻ.